കൊച്ചിന്ന് എപ്പോ എത്തി ദിവാകരൻ? ഇന്നലെ രാത്രി സർ. ഞാൻ അറിഞ്ഞതേ താൻ അവിടെ ഭയങ്കര അടിച്ചുപൊളിയായിരുന്നു. ലേറ്റ് നൈറ്റ്സ്, ഡിസ്കോത്തിക്, ബൂസിംഗ്. ട്രൂ സർ. ടഫ് ലക്ക്. ഇവിടെ കഥ മാറി. പച്ചവെള്ളം കുടിക്കാൻ പോലും തനിക്ക് സമയം കിട്ടില്ല. നോട്ട് എ സെക്കൻഡ് ടു റിലാക്സ്. ബി ഓൺ ദ വിജിൽ. സർ. കണ്ടിട്ട് എത്ര കാലമായി വക്കച്ചോ? ഒന്നും പറയണ്ട സാറേ. മദ്യപിച്ച് കാർ ഓടിച്ചതിന് ഒരു മന്ത്രിയുടെ അളിയനെ അറസ്റ്റ് ചെയ്തു. അത് ഇത്രക്കങ്ങ് മെനക്കെടുത്തോന്ന് ഓർത്തില്ല. കേരളത്തിന്റെ മാപ്പിലെങ്ങും ഇല്ലാത്തിടങ്ങളിലേക്കല്ലോ എന്നെ ഇട്ട് ഷട്ടിൽ അടിച്ചോണ്ടിരുന്നത്. ഇദ്ദേഹം നേരിട്ട് ഇടപെട്ടോണ്ടാ ഈ അപ്പോയിന്റ്മെന്റ് തരപ്പെട്ടത്. സുഖമാണല്ലോ ദാമോദരൻ പിള്ളേ? ഓ, എന്തൊരു സുഖം. എന്താ ഒരു വൈക്ലഭ്യം? സാറേ, സത്യത്തെ ആ തീവ്രവാദി എന്റെ ഒന്ന് മാറ്റിയതാണ്. പക്ഷേ പെപ്പൈ, ഇങ്ങനെയൊക്കെ ആവും ഞാൻ ഒട്ടും നിരീക്ഷില്ല. എടോ, ഇവിടെ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നു, താൻ എന്താ ഇങ്ങനെ പല ഭാഷ സംസാരിക്കുന്നത്? ഒന്നീ തിരുവനന്തപുരം, അല്ലെങ്കിൽ വള്ളുവനാട്, അല്ലെങ്കിൽ മലബാർ, ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണം. ക്ഷമിക്കണം സാർ, കുറച്ചുകാലം ഞാൻ ഒറ്റപ്പാലം, തൃത്താല, ഏങ്ങണ്ടിയൂർ എന്നിവിടങ്ങളിലായിരുന്നു. സസ്പെൻഷനിലായിരുന്നപ്പോ ജീവിക്കാൻ വേണ്ടി 2 സീരിയലുകൾ തിരക്കഥ എഴുതിപ്പോയി. ഏത് കൂതറ സംസാരിച്ചാലും ഇല്ല, തോന്നുന്നുണ്ട്, അത്രേ ഉള്ളൂ, കേട്ടോ ആവോ എന്നൊക്കെ എഴുതിയാലേ ചാനലുകാർ സമ്മതിക്കൂ. ഇപ്പൊ എന്റെ ഭാഷ ഒരു അവിയൽ പരിവായിപ്പോയി. ഭയങ്കര ബസ്മുണ്ട്. എന്റെ ടീമിൽ നിങ്ങൾ 3 പേരും വേണമെന്നുള്ളത് എന്റെ ഒരു നിർബന്ധമായിരുന്നു. ഹാൻഡ് പിക്ക് ദ മോസ്റ്റ് ട്രസ്റ്റ് വർത്തി. അതൊരു പഴയ പ്രമാണം. You there when the bump is feel when the house this is too nothing like yeah. These people tune into the radio, so whatever crap I was talking about, you people just drop this away. Come on there. Mic check, mic check, mic check. Yeah, mic check. Everybody in the club, go. Everybody another fish. Yeah, come on, come on, come on, do that.
നോ ദിവാകർ, ഐ ഡോണ്ട് ബിലീവ് ഇൻ അൺലോഫുൾ കസ്റ്റഡി. കോടതി അവനെ നമുക്ക് വിട്ടുതരട്ടെ. എനിക്കറിയാം, ഏറ്റവും മുന്തിയ ലീഗൽ സിൻഡിക്കേറ്റിൽ നിന്ന് ഒരു ടോപ്പ് നോച്ച് കൗൺസിൽ യവന് വേണ്ടി കോടതിയിൽ ഹാജരാകും. കം വാട്ട് മേ, ഐ വിൽ ഫേസ് ദി ഓർഡർ. ദുർഗ, എന്തോ പത്രത്തിലും ചാനലിലും കോടതിയിൽ ഇന്ന് നീ ഹാജരാക്കാൻ പോകുന്ന പ്രതിയെ പറ്റിയുള്ള റിപ്പോർട്ട്സാ. കോടതിയില് അക്രമം നടക്കുന്നൊക്കെ വല്ല കുഴപ്പമുണ്ടാവോ? ഒന്നും ഉണ്ടാവില്ലമ്മേ. ഒരു കുഴപ്പവും ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, ഡോണ്ട് വറി. വരട്ടെടാ. ലെറ്റ് മീ കൺക്ലൂഡ് യുവർ ഓണർ. പ്രഥമ ദൃഷ്ടിയ തീവ്രവാദ ബന്ധമുണ്ടെന്ന് തെളിയിക്കപ്പെട്ട പ്രതിയെ ATSന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്ത് ദേശസുരക്ഷയ്ക്ക് നേരെ ഉയർന്ന ഭീഷണിയുടെ വിശദാംശങ്ങൾ തെളിയിക്കുന്നതിനാവശ്യമായ അവസരമൊരുക്കണമെന്ന് ഞാൻ അപേക്ഷിച്ചുകൊള്ളുന്നു. യുവർ ഓണർ, ഇവിടെ നടക്കുന്നത് ഒരു അസംബന്ധ നാടകമാണ്. കുറ്റം ചാർത്തപ്പെട്ട എന്റെ കക്ഷി ചെയ്ത ഒരേ ഒരു തെറ്റ് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ സജീവ പ്രവർത്തകനാണ് എന്നതാണ്. മലബാർ ലീഗിന്റെ പാർട്ടി ഓഫീസിൽ കടന്നുകയറി പ്രവർത്തകരെ തല്ലിച്ചതച്ച് എന്റെ കക്ഷിയെ കസ്റ്റഡിയിലെടുത്ത ATSന്റെ തലവന് എന്തോ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. എനിക്ക് അദ്ദേഹത്തെ വിസ്തരിക്കാനുള്ള അനുവാദം വേണം യുവർ ഓണർ. മിസ്റ്റർ ദുർഗപ്രസാദ്, ആർ യു വെരി ടെമ്പറമെന്റൽ? പെട്ടെന്ന് ദേഷ്യം വരുന്ന, വീണ്ടും വിചാരമില്ലാതെ പ്രതികരിക്കുന്ന ആളാണോ നിങ്ങൾ? ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. സി യുവർ ഓണർ, ഹി ഈസ് നോട്ട് കംപ്ലൈങ് വിത്ത് ദ ട്രയൽ. നോ യുവർ ഓണർ, വക്കീലിന്റെ ചോദ്യം ആപേക്ഷികമാണ്. എനിക്ക് കൂടുതലുള്ളത് ഇവർക്ക് കുറഞ്ഞിരിക്കും, ഇവർക്ക് കുറവുള്ളത് എനിക്ക് കൂടിയുമിരിക്കും. ഐ മീൻ ദേഷ്യം, ആംഗർ. നിങ്ങൾ പ്രതികാര മനോഭാവമുള്ള ആളാണോ മിസ്റ്റർ ദുർഗപ്രസാദ്? യുവർ ഹോൾ കരിയർ ഷോസ് ദാറ്റ്. നിങ്ങൾ അന്വേഷിക്കുന്ന ചില കേസുകളിൽ നാബ് ചെയ്യേണ്ടവർക്കെതിരെ വ്യാജ സാക്ഷിപ്പട്ടിക തീർക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങൾ. അതിന്റെ വിക്ടിമാണ് മുജീബ്. എക്സിബിറ്റ് നമ്പർ 10 and 11 പ്ലീസ്. ഈ മാസം 11 മുതൽ 28 വരെ മുജീബ് കൊല്ലത്ത് നോബൽ മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ഫോർ സസ്പെക്ടഡ് ഹെപ്പറ്റൈറ്റിസ്. ഡയഗ്നോസിസിന്റെയും മെഡിക്കൽ എക്സാമിനേഷന്റെയും ഡീറ്റെയിൽസ് അങ്ങേക്ക് പരിശോധിക്കാം. മെനഞ്ഞാന്ന് രാവിലെയാണ് മുജീബിനെ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇന്നലെ രാവിലെ കുറെ നാളുകൾക്ക് ശേഷം പാർട്ടി ഓഫീസിലെത്തിയ മുജീബിനെ ബലമായി കസ്റ്റഡിയിലെടുത്ത് ATS പറയുന്നത് കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഇയാളെന്തോ ദേശവിരുദ്ധ ഗൂഢാലോചനയിലായിരുന്നെന്നാണ്. നിങ്ങളെപ്പോലൊരാളിൽ നിന്ന് കുറെ കൂടി ബുദ്ധിപരമായ കള്ളങ്ങൾ പ്രതീക്ഷിക്കുന്നു. യുവർ ഓണർ, രാജ്യത്തെമ്പാടുമുള്ള കോടതികളിൽ ഇതുപോലുള്ള കേസുകളിൽ ഹാജരാക്കപ്പെടുന്ന കെട്ടിച്ചമച്ച തെളിവുകളിൽ ഒന്ന് മാത്രമാണ് പ്രതിയുടെ ഹോസ്പിറ്റൽ വാസം. താങ്കളിൽ നിന്ന് കുറെ കൂടി ബുദ്ധിപരമായ കള്ളങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. A celebrated counsel like you should have produced something mind-blowing. യുവർ ഓണർ, ഈ നിൽക്കുന്ന പ്രതിക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടെന്ന് സംശയിക്കപ്പെട്ടിരുന്നു എന്നാണ് വക്കീൽ പറഞ്ഞത്. സംശയം മാത്രം, രോഗം ഉണ്ടായിരുന്നില്ല. ആ സ്ഥിതിക്ക് എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ അസുഖം? ഈ നിൽക്കുന്ന പ്രതിയെ കണ്ടാൽ 17 ദിവസത്തെ ആശുപത്രിവാസത്തിന്റെ എന്തെങ്കിലും ലക്ഷണമുണ്ടോ? യുവർ ഓണർ, നമ്മുടെ ഈ സംസ്ഥാനത്ത് നിന്ന് ദേശീയ സുരക്ഷയ്ക്കെതിരെ വലിയ ഭീഷണികൾ ഉയരുന്നുണ്ട്. ഇമ വെട്ടാതെ, ഒരു നിമിഷ നേരത്തെ അലസത കൂടാതെ തീവ്രവാദികളെയും വിധ്വംസകരെയും നേരിടാൻ പ്രതിബദ്ധതയുണ്ട് ATS. രാഷ്ട്രീയത്തിന്റെയും സമ്പത്തിന്റെയും ഉപജാപങ്ങളുടെയും ദൃശ്യവും അദൃശ്യവുമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമ്പോ എന്നെപ്പോലൊരു സർക്കാർ ഉദ്യോഗസ്ഥന് ഏക ആശ്രയം കോടതിയാണ്. പ്രതിയുടെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ചരിത്രവും ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്, വിത്ത് സെൽഫ് വാലിഡേറ്റിംഗ് പീസസ് ഓഫ് എവിഡൻസ്.
ആശുപത്രിവാസം, കോടതിയിൽ സംജാതമാകുന്ന ബോധക്ഷയം തുടങ്ങി സ്ഥിരം മിമിക്രികളുടെ സൗജന്യം ഒഴിവാക്കി ഈ നിൽക്കുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. And we are also putting forth a request seeking permission to perform narco analysis on him. പ്രതിയെ 14